എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. റിപ്പബ്ലിക് ഡേ ഷോ കേസസ് ഡൈവേഴ്സിറ്റി മിലിറ്ററി മൈറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പേജിൽ തന്നെയുള്ള ഒരു ന്യൂസാണ്. റിപ്പബ്ലിക് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസുകൾ നമുക്ക് ഈ പ്രാവശ്യത്തെ ന്യൂസ് കുറേ ഉണ്ട്. പക്ഷേ ആ പെർസ്പെക്റ്റീവ് നമുക്കറിയാം, റിപ്പബ്ലിക് ഡേയുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവിലാണ്. കാരണം ഇന്തോനേഷ്യൻ പ്രസിഡൻ്റാണ് വന്നത്. അപ്പോൾ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ആക്ടിവിസ്റ്റ് പോളിസിയുടെയൊക്കെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ പോലും ഒത്തിരി ഇന്ത്യൻ റിലേഷൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നമ്മൾ കേൾക്കാത്ത ഒരു രാജ്യം കൂടിയാണ്. അപ്പം എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് ഇന്തോനേഷ്യ വെൻ വി ആർ ലുക്കിംഗ് ഇൻ ടു അവർ ആക്ടിവിസ്റ്റ് പോളിസി. പണ്ട് നമുക്ക് ലുക്ക് ഈസ്റ്റ് ആയിരുന്നു, അതിനുശേഷം ഒരു ആക്ടിവിസ്റ്റ് പോളിസി വന്നു. ഓക്കെ, അപ്പോൾ ഈസ്റ്റേൺ കൺട്രീസുമായിട്ടുള്ള ഒരു റിലേഷൻസിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്തോനേഷ്യ എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ആ ഒരു കൺട്രിയുമായിട്ടുള്ള ഒരു റിലേഷൻസാണ് നമ്മൾ ഈ ഒരു റിപ്പബ്ലിക് ഡേ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ ഉള്ളത് എ ചെക്ക് ലിസ്റ്റ് ഫോർ ധ്രുവ് ഹെലികോപ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഇത് നമ്മുടെ സയൻസ് ആൻഡ് ടെക് GS3 സയൻസ് ആൻഡ് ടെക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ധ്രുവ് ഹെലികോപ്റ്ററിനെ റിലേറ്റഡ് ആയിട്ടുള്ള അതിലെന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഉണ്ടോ അങ്ങനെയുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. പക്ഷേ അതിൽ ഉപരി ഇതിലൊരു ധ്രുവ് ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഹെലികോപ്റ്ററിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെ എന്തൊക്കെ ടെക്നിക്കൽ കേപ്പബിലിറ്റി ഉണ്ട്, ആ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻ എൻഡ്യൂറിങ് കമ്മിറ്റ്മെൻറ്റ് ടു ഇൻഡോ പസഫിക്. അത് ട്രംപ് 2.0 റിലേറ്റഡ് ആയിട്ട് ഇൻഡോ പസഫിക് റിലേഷൻസിൽ അമേരിക്കയും അത് ഉണ്ടാക്കാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് അതിലെന്തൊക്കെ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ വരും, എന്തൊക്കെയാണ് ഇതിലുള്ളൊരു അപ്രോച്ച് എന്ന കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് ഈസ് ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ, ടു ഓഫ് ഏഷ്യാസ് ലാർജസ്റ്റ് ഡെമോക്രസി, ഷെയർ എ ലോങ് സ്റ്റാൻഡിംഗ് പാർട്ട്ണർഷിപ്പ് റൂട്ടഡ് ഇൻ ഷെയർഡ് ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ടൈസ്. With Indonesia being a guest of honor at India's Republic Day celebrations, it reaffirms the importance of their bilateral relations, particularly in fostering regional stability and cooperation. Okay, അപ്പോൾ ബൈലാറ്ററൽ റിലേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ഇന്തോനേഷ്യ ആയിട്ടുള്ളത്? ഒന്ന് പൊളിറ്റിക്കൽ റിലേഷൻസ് ആണ്. ഹിസ്റ്റോറിക്കൽ ടൈസ്. ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ ഷെയർ കോമൺ സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് കൊളോണിയലിസം, വിത്ത് പ്രസിഡന്റ് സുകർണോ അറ്റൻഡിങ് ഇന്ത്യസ് ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ ഇൻ 1950. നോൺ അലൈൻ മൂവ്മെൻറ്റ്, അതായത് ഡോങ് കോൺഫറൻസ് 1955 ഷോക്കേസ് ദ നേഷൻസ് ഷെയർഡ് വിഷൻ ഓഫ് നോൺ അലൈൻമെൻറ്റ് ഡ്യൂറിങ് ദ കോൾഡ് വാർ. ഓക്കെ, കോൾഡ് വാറിൽ നമുക്കറിയാം, കോൾഡ് വാർ ടൈമിൽ ഒരു ബൈപോളാർ വേൾഡ് ആയിരുന്നു. USSRയും US ഉണ്ടായിരുന്നു. അപ്പോൾ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് വന്നപ്പോൾ നമ്മൾ ഇന്ത്യയൊക്കെ സ്പിയർ ഹെഡ് ചെയ്തിട്ടാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് വന്നത്. അതിലെന്ത് ചെയ്തു, നമ്മൾ ഒരു സൂപ്പർ പവറിനും അധീനരായിട്ടോ അല്ലെങ്കിൽ ഒന്നിനെയും സപ്പോർട്ട് ചെയ്യത്തില്ല, നമ്മൾ നോൺ അലൈൻമെൻറ്റിൽ ഇവിടെ പോകുന്നതാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇന്തോനേഷ്യ നമുക്കൊരു ഭയങ്കര അസറ്റായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട്, അതായത് സിൻസ് 2014 ഇന്ത്യസ് ആക്ട് ഈസ്റ്റ് പോളിസി ഹാസ് റീവൈറ്റലൈസ്ഡ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പൊസിഷനിങ് ഇന്തോനേഷ്യ ആസ് എ കീ പാർട്ട്ണർ. പിന്നെ എക്കണോമിക് റിലേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡ് വോളിയം ഇൻ 2022 to 2023 bilateral trade stood at 38.85 billion, driven by coal, crude, palm oil and refined petroleum, vehicles and agricultural products. Investment opportunities നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്തോനേഷ്യ പ്രൈമർലി ത്രൂ സിംഗപ്പൂർ റീച്ച്ഡ് 1,219 million in 2022. ഓക്കെ, സിഗ്നലിംഗ് അൺടാപ്ഡ് പൊട്ടൻഷ്യൽ. പിന്നെ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ടൈസ് നോക്കുവാണെങ്കിൽ കൾച്ചറൽ എക്സ്ചേഞ്ചസ്, ഓവർ 2000 years ഓഫ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ചസ് വിത്ത് ഷെയർഡ് എപ്പിക്സ് ലൈക്ക് രാമായണ എൻറിച്ചിങ് ഇന്തോനേഷ്യൻ കൾച്ചർ. പിന്നെ ടൂറിസം പൊട്ടൻഷ്യൽ നോക്കുവാണെങ്കിൽ ബോത്ത് നേഷൻസ് ക്യാൻ ലെവറേജ് ദെയർ ഷെയർഡ് ഹെറിറ്റേജ് ടു പ്രൊമോട്ട് ടൂറിസം ആൻഡ് കൾച്ചറൽ ഡിപ്ലോമസി. ഓക്കെ, G20 എൻഗേജ്മെൻറ്റ് കേസിലാണെങ്കിൽ ഇന്ത്യ ആക്റ്റീവ്ലി സപ്പോർട്ടഡ് ഇന്തോനേഷ്യാസ് G20 presidency in 2022 and assumed leadership in 2023, collaborating closely on key global issues. Defense relations-le comprehensive strategic partnership 2018-le bolstered military ties with regular joint exercise like ഗരുഡ ശക്തി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള
ഒരു മിലിറ്ററി എക്സസൈസസ് ആണെന്ന് ഓർത്തിരിക്കുക. ജോയിൻറ്റ് മാരിടൈം ഇനിഷ്യേറ്റീവ്സ് ഫോക്കസ് ഓൺ സേഫ് ഗാർഡിംഗ് ദ ഇൻഡോ പസഫിക് റീജിയൻ. ബ്ലൂ എക്കണോമിയുടെ കേസിൽ, ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് നമുക്ക് മാരിടൈം ഡെവലപ്മെൻറ്റ്, അതായത് ഓഷ്യൻ റിസോഴ്സസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള എക്കണോമിനെയാണ് ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത്. കൊളാബറേറ്റീവ് എഫേർട്സ് ഓൺ സസ്റ്റൈനബിൾ മാരിടൈം ഡെവലപ്മെൻറ്റ് ലെവറേജ് ഇന്തോനേഷ്യാസ് എക്സ്പെർട്ടൈസ് ആൻഡ് ഇന്ത്യാസ് മാരിടൈം അംബിഷൻസ്. അപ്പോൾ ഇന്ത്യ ഇന്തോനേഷ്യ റിലേഷൻഷിപ്പിലുള്ള ചാലഞ്ചസ് എന്താണ്? ഒന്ന്, ട്രേഡ് ഇംബാലൻസ് ആണ്. എക്സസീവ് ഇമ്പോർട്ട്സ് ഓഫ് പാം ഓയിൽ അത് ഏകദേശം 11 ബില്യൺ ഉണ്ട് ഇൻ 2022 ആൻഡ് കോൾ ഡിസ്റപ്റ്റ് ട്രേഡ് ഇക്വിറ്റി. അൺറിയലൈസ്ഡ് പൊട്ടൻഷ്യൽ ആണ്. ബയലാറ്ററൽ ട്രേഡ് കുഡ് റീച്ച് 16 ബില്യൺ ഹൈലൈറ്റിംഗ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ ആൻഡ് റിന്യൂവബിൾസ്. ചൈനീസ് ഡോമിനൻസ്, അതായത് ഇന്തോനേഷ്യയ്ക്ക് കൂടുതൽ ടൈസ് ഉള്ളത് ചൈനയാണ്. അണ്ടർ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോസ്റ്റ് ചാലഞ്ചസ് ഫോർ ഇന്ത്യ സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ്. പിന്നെ റെഗുലേറ്ററി ഹർഡിൽസ്, അതായത് ഡിഫറൻസ് ഇൻ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സസ് ലിമിറ്റ് ഡീപ്പർ കൊളാബറേഷൻസ്. കണക്ടിവിറ്റി ബാരിയേഴ്സ്, അതായത് ലിമിറ്റഡ് എയർ റൂട്ട്സ് ആണ്. വിസ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ബിസിനസ് അല്ലെങ്കിൽ ടൂറിസം ഓപ്പർച്യൂണിറ്റീസിനെ കുറയ്ക്കും. ഇൻഎഫക്റ്റീവ് ഇൻവെസ്റ്റർ ഫെസിലിറ്റേഷൻ ആണ്. അത് സ്പെഷ്യൽ വിൻഡോ ഫോർ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ലാക്ക് ഫങ്ഷണാലിറ്റി ഡെറ്ററിങ് ബിസിനസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു വേ ഫോർവേഡ് എന്താണ്? ഒന്ന്, ടൂറിസം ഡിപ്ലോമസിയാണ്. ലോഞ്ച് റിച്ച് ഇനിഷ്യേറ്റീവ് റിലീജിയസ്, കൾച്ചറൽ ആൻഡ് ഹിസ്റ്ററി ടു ഫോസ്റ്റർ പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻസ് ആൻഡ് ഷോ കേസ് ഷെയർഡ് ഹെറിറ്റേജ്. ട്രേഡ് എക്സ്പാൻഷൻ, ഫൈനലൈസ് ദ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം ടു റെഡ്യൂസ് ബാരിയേഴ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് എക്കണോമിക് ടൈസ്. പിന്നെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പാണ്. എൻകറേജ് ഇന്തോനേഷ്യാസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ഗ്ലോബൽ കോalitions ലൈക്ക് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ആൻഡ് ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ്. ഓക്കെ, പിന്നെ മൾട്ടിലാറ്ററൽ എൻഗേജ്മെൻറ്റ്, സ്ട്രെങ്തൻ കോപ്പറേഷൻ ഇൻ ആസിയൻ, അയോറ ആൻഡ് അയോൺസ് ടു എൻഷുർ റീജിയണൽ സ്റ്റെബിലിറ്റി. പിന്നെ എക്കണോമിക് സിനർജിയാണ്. ഡെവലപ്പ് ജോയിൻറ്റ് പ്രോജക്ട്സ് ഇൻ ഡിഫൻസ്, മാരിടൈം സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എൻഷുറിങ് മ്യൂച്വൽ ഗ്രോത്ത്. പിന്നെ കൊളാബറേഷൻസ് കൂട്ടുക. എക്സ്പാൻഡ് പാർട്ട്ണർഷിപ്സ് ഇൻ IT, റിന്യൂവബിൾ എനർജി ആൻഡ് ടൂറിസം ടു എൻഹാൻസ് ബൈലാറ്ററൽ കോപ്പറേഷൻ. ഓക്കെ, അതാണ് ഇന്തോനേഷ്യ ഇന്ത്യ റിലേഷൻസിലുള്ള ഒരു ഓവർവ്യൂ. അപ്പോൾ ഇതിനൊരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ ആസ് മാരിടൈം നെയ്ബേഴ്സ് ആൻഡ് എക്കണോമിക് പവർ ഹൗസസ് share an enduring relationship that is vital for Indo-Pacific region. Strengthen these ties through strategic, cultural and economic cooperation will ensure mutual prosperity and regional stability, further enhancing their global standing. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ത്യ ഇന്തോനേഷ്യ റിലേഷൻസിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ. എത്ര ട്രേഡ് വാല്യൂ ഉണ്ട്, ട്രേഡ് വോളിയം നമ്മൾ ചെയ്യുന്നുണ്ട്, 38 ബില്യൺ ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ഈസ് എ ചെക്ക് ലിസ്റ്റ് ഫോർ ധ്രുവ് ഹെലികോപ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ. ഇന്ത്യസ് ഫ്ലാഗ്ഷിപ്പ് ഏവിയേഷൻ പ്രോഗ്രാം, ദ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ ALH Dhruv Mark 3 presents a milestone in indigenous airspace technology. Recent events, including the grounding of Dhruv helicopters after a fatal accident in 5th January 2025, highlight critical safety and operational challenges. Despite its achievements, the program underscores the need for enhanced production quality, operational monitoring and accountability. Okay. അപ്പം നമ്മൾ ധ്രുവ് മാർക്ക് 3യുടെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുകയാണ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് കൺസെപ്ഷനലൈസ്ഡ് ബൈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇൻ 1984, ദ ALH പ്രോഗ്രാം മാർക്സ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സെൽഫ് റിലയൻസ് ഇൻ ഡിഫൻസ് പ്രൊഡക്ഷൻ. വേരിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ധ്രുവ് മാർക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് ആൻഡ് 4 ഉണ്ട്. കേറ്റർ ടു ഡൈവേഴ്സ് ഓപ്പറേഷണൽ നീഡ്സ്. ടെക്നിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ ഇത് ട്വിൻ എഞ്ചിൻ ഡിസൈനാണ്, പവർഡ് ബൈ ശക്തി എഞ്ചിൻ for multi-role, multi-mission capabilities in 5.5 ton class. Advanced systems, അതായത് ഗ്ലാസ് കോക്പിറ്റ്, ഓട്ടോമാറ്റിക് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റംസ്, അതെല്ലാം അതിനകത്തുണ്ട്. ഓപ്പറേഷണൽ റോൾസ് എന്ന് പറയുമ്പോൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ്, സ്പെഷ്യൽ ഓപ്പറേഷൻസ്, കോസ്റ്റ് സർവൈലൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ് ധ്രുവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സും ചാലഞ്ചസും എന്താണ്? ഒന്ന്, കമ്മീഷനിങ് ആണ്. അതായത് ഇന്ത്യൻ നേവൽ എയർ സ്ക്വാഡ്രൻ 323 became the first unit to induct Dhruv Mark 3 into the Indian Navy, marking an advancement in naval aviation. ആക്സിഡൻറ്റിൻ്റെ കേസ് നമുക്കറിയാം, ഈ മാസം
ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ ഇൻക്വയറീസ് വന്നു. സേഫ്റ്റി പ്രോട്ടോകോൾസും ഹൈലൈറ്റിംഗ് പാസ്റ്റ് ഇഷ്യൂസ് സച്ച് ആസ് പ്രീ മെച്യൂർ മെയിൻ റോട്ടർ വിഡ്രോ. പിന്നെ പ്രൊഡക്ഷൻ അക്കൗണ്ടബിലിറ്റിയാണ്. അപ്പം ഡിസൈനും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഇതിലുള്ള ഇപ്പം ഇങ്ങനെയുള്ള കേസസിൽ, അതായത് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്ന്, ക്വാളിറ്റി കൺട്രോളാണ്. എൻഷുവർ ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് ഉള്ള ചോദ്യങ്ങൾ വരുവാണ് മെയിൻസിൽ. ഓക്കെ, അവിടെയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഡ്രോബാക്സ് അല്ലെങ്കിൽ ഫോൾട്ടൊക്കെ വരുമ്പോഴേക്കും ഈ ഒരു ഇൻസിഡൻറ്റ് ഹൈലൈറ്റ് ചെയ്യാം. ധ്രുവ് ഹെലികോപ്റ്റർ ക്രാഷായി, അപ്പോൾ അതിൽ ഇങ്ങനെ ക്വാളിറ്റി ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ഷൻ, ഡിഫൻസ് പ്രൊഡക്ഷനിൽ ക്വാളിറ്റി എൻഷുർ ചെയ്യേണ്ട രീതിയിലുള്ള മെഷേഴ്സ് എടുക്കണം. അപ്പോൾ അത് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ട് ആൻസർ എഴുതാൻ പറ്റും. ക്വാളിറ്റി കൺട്രോൾ ensure rigorous monitoring of production processes at HAL, implement recommendations from previous accident investigations such as addressing flight control limitations. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഓവർസൈറ്റ് ആണ്. എസ്റ്റാബ്ലിഷ് ഇൻഡിപെൻഡൻറ്റ് എൻക്വയറി കമ്മിറ്റി വേണം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട്. പിന്നെ അപ്പോർഷനിങ് റെസ്പോൺസിബിലിറ്റി, സ്ട്രെങ്തൻ അക്കൗണ്ടബിലിറ്റി മെക്കാനിസം. അത് ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ ഇപ്പോൾ HAL മാത്രമല്ല, DRDO ആണെങ്കിലും അതുപോലെ ഡിഫൻസ് മെക്കാനിസത്തിലൊക്കെ, ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ടെക്നോളജിക്കൽ അപ്ഗ്രേഡ്സ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഏവിയോണിക്സ്, ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റംസ് ആൻഡ് എയർ ഫ്രെയിം ഡിസൈൻസ് ടു മീറ്റ് ഇവോൾവിംഗ് ഓപ്പറേഷണൽ ഡിമാൻഡ്സ്. ഓക്കെ, അപ്പം നമ്മുടെ ഡിഫൻസ് എക്കോസിസ്റ്റത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ധ്രുവ് മാർക്ക് 3? ഇൻഡിജിനൈസേഷൻ്റെ ഡ്രൈവ് കാരണമുള്ളതാണ്. അതായത് അലയൻസ് വിത്ത് ആത്മനിർഭർ ഭാരത് ഇനിഷ്യേറ്റീവ്, റിഡ്യൂസിംഗ് ഡിപ്പെൻഡൻസി ഓൺ ഫോറിൻ ഡിഫൻസ് ഇമ്പോർട്ട്സ്, ഡെമോൺസ്ട്രേറ്റ്സ് ഇന്ത്യസ് കേപ്പബിലിറ്റി ടു ഡിസൈൻ ആൻഡ് മാനുഫാക്ചർ അഡ്വാൻസ്ഡ് ഏവിയേഷൻ സിസ്റ്റംസ്, ഓപ്പറേഷണൽ വേഴ്സറ്റാലിറ്റി, സപ്പോർട്ട്സ് ഇന്ത്യസ് സ്ട്രാറ്റജിക് മാരിടൈം ആൻഡ് ഏരിയൽ ഓപ്പറേഷൻസ്. എസ്പെഷ്യലി എന്താണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഹെലികോപ്റ്ററും കൂടിയാണ് ധ്രുവ് എന്ന് പറയുന്നത്. പിന്നെ ഗ്ലോബൽ റെക്കഗ്നീഷനാണ്, എക്സ്പോർട്ട് പൊട്ടൻഷ്യലുണ്ട്, പൊസിഷനിങ് HAL ആസ് എ ഗ്ലോബൽ കോമ്പറ്റീറ്റർ ഇൻ എയ്റോസ്പേസ് ടെക്നോളജി. ഇതിനൊരു വേ ഫോർവേഡ് നമ്മൾ പറയുവാണെങ്കിൽ സ്ട്രെങ്തനിങ് പ്രൊഡക്ഷൻ എക്കോസിസ്റ്റം, അതായത് മോഡേണൈസ് HAL ഫെസിലിറ്റീസ്, അഡോപ്റ്റ് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ എയ്റോസ്പേസ് മാനുഫാക്ചറിങ്, പിന്നെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് കൊണ്ടുവരിക, ഫോസ്റ്റർ കോപ്പറേഷൻ ബിറ്റ്വീൻ HAL, SEMLAC and armed forces to streamline design, testing and deployment process. പിന്നെ safety protocols, institutionalized pre-flight safety measures including pilot training for emergency scenarios, global outreach കൊണ്ടുവരിക, leverage Dhruv success for export market, ensuring അല്ലെങ്കിൽ enhancing India's defense diplomacy. ഓക്കെ, കൺക്ലൂഷൻ നമ്മൾ പറയുവാണെങ്കിൽ the Dhruv Mark 3 program reflects India's ambitions for self-reliance in defense technology. Okay, while its operational versatility and indigenous design showcase India's engineering capabilities, അപ്പോൾ അത് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലുണ്ടാകുന്ന ഇപ്പം നമ്മൾ ബിൽഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന റോഡ്സ് ആകട്ടെ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എസ്പെഷ്യലി ഇൻ്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ നമ്മൾ കണക്ടിവിറ്റി പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ക്വാളിറ്റി കുറവാണ്, അതുപോലെ തന്നെ ഭയങ്കര ഡിലേ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് പ്രൊഡക്ഷനിൽ ആത്മനിർഭർ ഇനിഷ്യേറ്റീവ് വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചാലഞ്ചാണ് എന്താണ് സേഫ്റ്റി കൺസേൺസ്, പ്രൊഡക്ഷൻ ചാലഞ്ചസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേ ഫോർവേഡ് ആയിട്ട് സ്ട്രെങ്തനിങ് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസ് വിൽ എൻഷുർ ധ്രുവ് കണ്ടിന്യൂസ് ടു സെർവ് ആസ് എ കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യസ് ഡിഫൻസ് ഏവിയേഷൻ ആൻഡ് ടെസ്റ്റ്മെന്റ് ടു നേഷൻസ് ടെക്നോളജിക്കൽ prowess. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് an enduring commitment to Indo-Pacific. Okay, the Indo-Pacific region has emerged as a pivotal axis in global geopolitics. The inauguration of Donald Trump as the 47th President of the United States signals a renewed focus on US engagement in this strategically vital region. Trump's Indo-Pacific policy underscores the importance of defending regional stability, strengthening alliances and countering China's influence. അപ്പോൾ ഇതിൽ ഇൻഡോ പസഫിക് സ്ട്രാറ്റജിക് പ്രയോറിറ്റി, അതായത് US പോളിസിയിൽ ട്രംപിൻ്റെ അണ്ടറിൽ എന്തൊക്കെ ചേഞ്ചാണ് വരുന്നത്, അതാണ് അഡോപ്ഷൻ ഓഫ് ഇൻഡോ പസഫിക് ടേം, റീപ്ലേസ് ദ ഏർലിയർ ഏഷ്യ പസഫിക് ഫോക്കസ്, എക്സ്പാൻഡിങ് ടു ജിയോ പൊളിറ്റിക്കൽ സ്കോപ്പ് ടു ഇൻക്ലൂഡ് ഇന്ത്യൻ ഓഷ്യൻ.
aimed at countering China's maritime influence and securing global trade routes. പിന്നെ strengthened security framework, അതായത് renaming US Pacific Command to US Indo-Pacific Command, establishment of specialized units within the US Department of Defense for Indo-Pacific affairs. പിന്നെ ക്വാഡിൻ്റെ റിവൈവൽ, അതായത് റീഇൻഫോഴ്സ് ദ സ്ട്രാറ്റജിക് അലൈൻമെൻറ്റ് ബിറ്റ്വീൻ ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ ആൻഡ് ദി US. Promoted shared interest in maritime security, technological development and resilience in supply chains. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡോ പസഫിക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ജോഗ്രഫിയാണ്. ഹോം ടു ക്രിട്ടിക്കൽ മാരിടൈം ട്രേഡ് റൂട്ട്സ് ഇൻക്ലൂഡിംഗ് ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് സൗത്ത് ചൈന സീ, സെൻട്രൽ ടു സെക്യൂറിംഗ് സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, വൈറ്റൽ ഫോർ ഗ്ലോബൽ ട്രേഡ് ആൻഡ് എനർജി സപ്ലൈസ്. പിന്നെ കൗണ്ടറിംഗ് റീജിയണൽ ചാലഞ്ചസ്, അതായത് അഡ്രസ്സിംഗ് China's growing assertiveness in the region, enhancing collaborations with like-minded nations to ensure stability and security. പിന്നെ ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഇന്നോവേഷൻ അതുപോലെ തന്നെ എക്കണോമിക് പാർട്ണർഷിപ്പ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലൊക്കെ കോപ്പറേഷനും കൊളാബറേഷനും ബിൽഡ് ചെയ്യാം. അപ്പോൾ ട്രംപ് രണ്ടാമത് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഒന്ന്, ഫോക്കസ് ഓൺ ഹാർഡ് പവർ ഡൈനാമിക്സ്, അതായത് ലൈക്ലി എംഫസൈസ് ഓൺ മിലിറ്ററി കോപ്പറേഷൻ, മാരിടൈം ഡിഫൻസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി. പിന്നെ പൊട്ടൻഷ്യൽ എക്സ്പാൻഷൻ ഓഫ് ആം സെയിൽസ് ആൻഡ് സ്ട്രാറ്റജിക് അഗ്രിമെൻറ്റ് വിത്ത് അലൈസ് ഇൻ ദ റീജിയൻ, സ്ട്രെങ്തനിങ് അലയൻസസ്, അതായത് ക്വാഡ് നേഷൻസുമായിട്ടുള്ള കൊളാബറേഷൻസ് കൂടും. അത് എന്തുകൊണ്ടാണ്? ചൈനയുടെ ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ്. പിന്നെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് റീജിയണൽ സെക്യൂരിറ്റി എമംഗ് ഇന്ത്യ, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. പിന്നെ bipartisan commitment. Indo-Pacific remains a bipartisan priority in the US, ensuring continuity in strategic engagement. പിന്നെ എക്കണോമിക് ഫ്രെയിംവർക്ക് നോക്കുകയാണ് റീവൈറ്റലൈസേഷൻ ഓഫ് ഇൻഡോ-പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഫോർ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. പിന്നെ ഫോക്കസ് ഓൺ റിസൈലൻറ്റ് സപ്ലൈ ചെയിൻസ് ആൻഡ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ. ഓക്കെ, ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുകയാണ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ്, അതായത് ബാലൻസിങ് റിലേഷൻസ് വിത്ത് ചൈന while addressing its influence on the Indo-Pacific. പിന്നെ ക്ലൈമറ്റ് ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ടാക്ലിംഗ് ക്ലൈമറ്റ് ചാലഞ്ചസ് ആൻഡ് ഫോസ്റ്ററിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ദ റീജിയൻ. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ക്വാഡ്, നീഡ് ഫോർ ഗ്രേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ക്വാഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് ചൈനയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ബിൽഡ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് ട്രംപിന് കഴിയണം. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ പറയുവാണെങ്കിൽ ഇൻഡോ പസഫിക് റീജിയൻ റിമെയിൻസ് സെൻട്രൽ ടു ഗ്ലോബൽ പവർ ഡൈനാമിക്സ്, with the US playing a critical role in shaping its future. Under Trump's renewed presidency, the focus on hard power and strategic alliances reflects America's intent to maintain regional stability while countering adversarial influences. A balanced approach, incorporating security, economic cooperation, and multilateralism will be essential to ensuring a free, open, and inclusive Indo-Pacific. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ DNA ഉണ്ടായിരുന്ന ന്യൂസുകൾ. കൂടുതലും IR പെർസ്പെക്റ്റീവിലാണ് ഇപ്രാവശ്യത്തെ ന്യൂസ് നമ്മൾ എടുത്തത്. കാരണം നമുക്ക് അറിയേണ്ട ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പിംഗ് ന്യൂസുകളായിട്ടുള്ള ട്രംപിൻ്റെ പ്രസിഡൻസി, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഡീപ്പായിട്ട് അറിയാത്തൊരു റിലേഷനാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള. അപ്പോൾ അത് രണ്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്രാവശ്യത്തെ DNA നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.